ഹായ് ഹലോ മീനു സ്മാർട്ട് ലേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്നതാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ക്രിസ്റ്റ്യൻ ലഗാർഡെ, കാത്തറിൻ ടിനാൻ, അശപൂർണ ദേവി, സുധാ മൂർത്തി വിത്ത് നോമിത. അപ്പോൾ നോമിതയായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പാരഗ്രാഫ് റൈറ്റിങ്ങിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു യുണീക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. ഓക്കെ. Christian Lagarde, Catherine Tinan, Ashapurna Devi and Sudha Murthy are empowered. They are well educated. ക്രിസ്ത്യൻ ലഗാർഡയും കാത്തറിൻ ടിനാനും അശപൂർണ ദേവിയും സുധാ മൂർത്തിയൊക്കെ എംപവേർഡ് ആണല്ലോ. അവർ നല്ല എഡ്യൂക്കേറ്റഡും ആണ്. ദേ കോൺട്രിബ്യൂട്ട് ദെയർ പൊട്ടൻഷ്യൽ. അവരവരുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ പോസിറ്റീവ് ഇൻ ദെയർ ആറ്റിറ്റ്യൂഡ്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ അവർ നല്ല പോസിറ്റീവാണ്. ദേ ആർ ഹാപ്പി. അവർ വളരെ ഹാപ്പിയാണ്. ദേ സ്പ്രെഡ് ഹാപ്പിനെസ്. ദേ ആർ ദ ഇൻസ്പിറേഷൻ ടു അതർ വുമൺ ഹു ഇൻസൈഡ് ദ കംഫർട്ട് സോൺ. അതായത് കംഫർട്ട് സോണിൽ വീട്ടിൽ പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ ഒരു ഇൻറ്ററാക്ഷൻ ഇല്ലാതെ ഇരിക്കുന്ന, അതുപോലെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത വുമൻസിന് ഒരു മോട്ടിവേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ഇൻസ്പിറേഷനാണ്. കമ്പയറിങ് ടു ദ നോമിത. അപ്പോൾ ഇവരെല്ലാവരെയും വെച്ച് നോമിതയായിട്ട് കമ്പയർ ചെയ്യുമ്പം നോമിത ഷീ സഫറിങ് ആൾ ദ ഹ്യൂമിലേഷൻ ഇൻ സൈലൻസ്. അവളെല്ലാ അവൾ ഇങ്ങനെ അടക്കി പിടിച്ച് സൈലൻ്റ് ആയിട്ട് അവളെ ഓരോന്നിങ്ങനെ അനുഭവിക്കുകയാണ്. ഷീ വാണ്ടഡ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ മെയിൽ സുപ്രീമസി. അവൾക്ക് ഫൈറ്റ് ചെയ്യണം, മെയിൽ സുപ്രീമസി ആയിട്ട് അവൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഷീ വാസ് നോട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ. അവൾ ഫിനാൻഷ്യലി അവൾ സ്റ്റേബിൾ അല്ല, അല്ലേ? അതൊക്കെ അവൾക്ക് തടസ്സമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഷീ വാസ് ഫ്രം പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഹെർ ക്യാരക്ടർ ഈസ് ക്ലിയർലി റിഫ്ലക്ട് ത്രൂ ദ ഫൈറ്റ് വിത്ത് ഹിസ് ഹസ്ബൻഡ്. അവളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഫൈറ്റിലൂടെ നമുക്ക് അവളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇനിയും +2 ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ട നോട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ, അതിലൂടെ ഞാൻ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.